പ്ലേ സ്റ്റോറിൽ പാസ്പോർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പാസ്പോർട്ട് സേവ എന്നൊരു ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ശേഷം ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും ഇൻ്റർഫേസ് കാണാൻ സാധിക്കുന്നത്. നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാനായിട്ട് സ്റ്റാറ്റസ് ട്രാക്കർ എന്നുള്ള ഈ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ്, അതായത് പോപ്പപ്പ് ഓപ്പൺ ആയി വരും. അതിനുശേഷം ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ പാസ്പോർട്ട് അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫയൽ നമ്പർ കിട്ടും. നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിലേക്ക് മെയിലായിട്ടോ എല്ലാം ഈ ഒരു ഫയൽ നമ്പർ കാണാൻ സാധിക്കും. ഇതാണ് ഫയൽ നമ്പർ. അത് ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക. അതിനുശേഷം ഫയൽ നമ്പർ എന്നുള്ള ഭാഗത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ കൊടുത്തിരിക്കുന്ന ഡേറ്റ്, മന്ത്, ഇയർ ക്രമത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു ട്രാക്ക് ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ കാണുന്നത്. നമ്മുടെ പാസ്പോർട്ടിലുള്ള പേര്, അതുപോലെ പാസ്പോർട്ട് ഏത് ടൈപ്പാണ്, ഏത് തീയതിയിലാണ് നമ്മൾ പാസ്പോർട്ടിന് അപേക്ഷ കൊടുത്തത്, പോലീസ് വെരിഫിക്കേഷൻ കഴിഞ്ഞു. ഈ പാസ്പോർട്ടിൻ്റെ കേസിൽ ഈ പാസ്പോർട്ട് പ്രിൻറ്റിങ്ങിനായിട്ട് വെയിറ്റിങ്ങിൽ ആണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ അറിയാൻ മോർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും.